നമസ്കാരം. പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ 1 കോടി രൂപ കൊടകര ഗ്രാമപഞ്ചായത്ത് മുഖേന കുമ്പാര കോളനിയുടെ സമഗ്ര വികസനത്തിനായി നടപ്പാക്കിയ ഈ പദ്ധതിയിലെ വിശദ വിവരങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 1964 കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് 199ഓളം അംഗങ്ങൾ ഉണ്ടായിരുന്ന മൺപാത്ര വ്യവസായ സഹകരണ സംഘം അവരുടെ പരമ്പരാഗത വ്യവസായം നിലനിർത്താനും അഭിവൃദ്ധിക്കുമായാണ് തുടങ്ങിയത്. പിന്നീട് 52 അംഗങ്ങളായി ചുരുങ്ങി സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതെയിരിക്കുമ്പോൾ 2019 സൊസൈറ്റി അംഗങ്ങളോട് പര്യാലോചന നടത്താതെ ഈ ഉത്പാദനത്തിന്റെ സാങ്കേതിക വിദ്യകൾ പഠിക്കാതെ എടുത്തുചാടി ഫണ്ട് അനുവദിച്ച് ഇൻഡസ്ട്രിയൽ സെന്ററിന്റെ ഉദ്ഘാടനം വരെ നടത്തി. 72 ലക്ഷം ചിലവിട്ട് വർക്ക് ഷെഡും പഗ് മിൽ ഷെഡും സ്റ്റോറേജ് ഏരിയയും സുരക്ഷിതമായി പണിതീർക്കുന്നതിന് മുമ്പേ 21 ലക്ഷം രൂപ അതിൽ നിന്നും ചിലവിട്ട് പഗ് മിൽ മിഷനറികൾ കൊണ്ടുവന്ന് തുറസായ സ്ഥലത്ത് കാലങ്ങളോളം ഇട്ടു. ഇന്നും അടച്ചുറപ്പില്ലാതെ ഇട്ടിരിക്കുന്ന ഷെഡിൽ പഗ് മില്ലും ചൂളയും വർക്കിംഗ് ഷെഡും അശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗപ്രദമല്ലാത്ത വിധം ഒന്നും മറ്റൊന്നിനോട് പൊരുത്തപ്പെടാത്ത യന്ത്രങ്ങളുള്ള ഈ പദ്ധതി എന്ത് വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരംഭിച്ചത്? ഒരു ദിവസം പോലും ട്രയൽ റൺ നടത്താൻ സാധിക്കാതെ കളിമണ്ണ് അരയ്ക്കുന്ന യന്ത്രങ്ങൾ നാശങ്ങളിലേക്ക് നീങ്ങിയത് നമ്മുടെ എല്ലാം നികുതി പണം ദൂർത്തടിച്ച ഒരു ഭരണ സംവിധാനത്തിലാണ്. ഈ സ്ഥാപനത്തിന്റെ വാതിലുകൾ വീണ്ടും തുറന്ന് 30ഓളം പേർക്ക് തൊഴിൽ ലഭിക്കാനും അവരുടെ ജീവിത നിലവാരം ഉയർത്താനും കാലത്തിനനുസരിച്ച് മാറാനും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും കൂടുതൽ സുരക്ഷിതവും അത്യാധുനികവുമായ ഒരു തൊഴിൽ അന്തരീക്ഷം അവർക്കായി ഒരുക്കാനും ഇനി നമ്മൾ അവർക്കൊപ്പം ഉണ്ടാകണം. പണി അവർക്ക് അറിയുള്ളൂ ഇവിടെ ഏത് രീതിയിൽ പണിതാലും നമുക്കൊരു ഉപയോഗത്തിൽ പെടും എന്നുള്ളത്. ഇതിപ്പോ അവരുടെ ഇഷ്ടത്തിന് ഓരോ രീതിയിൽ അവർ പണിതു. ഇപ്പൊ ഒരു ഓഫീസ് പണിതുണ്ട്. ഈ ഒരു മണ്ണ് പണിക്ക് ഒരു കാരണവശാലും സെൻട്രൽ ഓഫീസ് വരാൻ പാടില്ല. എപ്പോഴും ഒരു ബിൽഡിംഗ് ഈ പരമാവധി ഒരു അരിയത്ത പാടുള്ളത്. എന്നാലും നമുക്ക് ഈ പച്ച സാധനങ്ങൾ പണിത് കഴിഞ്ഞാൽ ഉണക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ഒക്കെ സ്ഥലം വേണം. കണ്ടമാന സ്ഥലം ഇതിന്റെ ആവശ്യമുള്ളതാണ്. മഴക്കാലത്താണെങ്കിൽ ചെറിയൊരു വെയിൽ കിട്ടുമ്പോഴൊക്കെ നമ്മളിത് ഇറക്കില്ല. അല്ലെങ്കിൽ മഴക്കാലത്ത് മാസങ്ങൾ പിടിക്കുമ്പോൾ സാധനം ചൂള വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ല. അത് ഈ തുറന്ന് എടുക്കുന്ന ഷെഡിൽ ഞങ്ങൾക്ക് വല്ലതും പണിത് വെക്കാൻ പറ്റുമോ? രാത്രി നമുക്ക് ഇവിടെ കാവല് കിടക്കാൻ പറ്റുമോ? പറ്റിയോ പോച്ചോ? അല്ലെങ്കിൽ ആൾക്കാർ തന്നെ വന്നൊന്ന് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം പോകും. അല്ല, അലുമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. ഇത് ഈ മണ്ണിന്റെ സാധനങ്ങൾ പണിത് എത്ര ദിവസം വേണം ഉണങ്ങാൻ? അതേപോലെ ഈ പക്കമില്ല ഇങ്ങനെ ബാക്കിൽ കൊടുന്ന് വെച്ചിട്ട് നമുക്ക് ഒരു വണ്ടി വരാൻ പറ്റും. ഓഫീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കണം. നമുക്ക് വെറുതെ കൊണ്ടുവരണം, ചകിരി കൊണ്ടുവരണം, ബൈക്കോല് കൊണ്ടുവരണം, എല്ലാം വേണം ഈ മണ്ണ് പണി. ഇതൊക്കെ എവിടെ കൊടുന്ന് തട്ട്, എവിടെ സൂക്ഷിക്കും? നമുക്കിത് പണിത് വെച്ചാൽ മതി. ഇപ്പൊ പക്കമില്ല ആയാലും മണ്ണ് കൊടുന്ന് തട്ടുന്ന അവിടെ തന്നല്ലേ പക്കമില്ല മണ്ണ് എടുത്തിടുക, അരക്കുക. ഈ ചൂള ഇങ്ങനെ വെച്ചു പ്രോഡക്റ്റ് ചൂളയിലേക്ക് കയറ്റണമെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി ഇവിടെ വെച്ചു. എങ്ങനെ ചൂളയിലേക്ക് കൊണ്ടുപോകും? 10-60 വീട്ടുകാര് പണിത് വെച്ചിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ഇവിടുന്ന് അവിടത്തോളം. ഞങ്ങൾക്കൊക്കെ ഓർമ്മ വെക്കുമ്പോ അവര് പറഞ്ഞത് എന്താന്നറിയാ, ഞങ്ങക്ക് സർക്കാരിന്റെ പ്രോജക്റ്റ് എങ്ങനെയാണ്, ഞങ്ങക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾ പറയണ പോലെ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് അന്നത്തെ പറഞ്ഞു. ഞങ്ങൾ ഇതിങ്ങനെ ഒന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു ഷെഡിൽ ഇങ്ങനെ ഫാനിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ഇത് പണിത് വെക്കുമ്പോ ഫാനൊന്നും പാടില്ല എന്നാണ്. ഞങ്ങൾക്ക് പറ്റില്ല, അത് കളിമണ്ണിന്റെ പണിയാണ്. ഇപ്പൊ 10-84 വീട്ടുകാർ ഇവിടെ ഉണ്ട്. 10-50ഓളം പേര് പുറത്ത് പോയിട്ടാണ് കമ്പനികളിൽ കൂലിക്കാണ് പണിയണത്. ഇവിടെ ഒന്ന് പണി തുടങ്ങണമെന്ന് വിചാരിച്ച എങ്ങനെ തുടങ്ങും? ഇപ്പൊ 3 ഫേസ് കറണ്ട് കൊടുന്ന് വെച്ചു. അപ്പൊ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു പക്കമില്ലൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിക്കണ്ടേ. അത് ചെയ്തിട്ടില്ല. 2 വീല് ആക്സിലേറ്റർ വീല് ഞങ്ങള് പണിയണ വീലാന്ന് പറഞ്ഞ് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് അന്നത്തെ MLA PD ദേവസേട്ടൻ വന്നിണ്ടായി അന്ന് ഇത് ഇറക്കുമ്പോ. അപ്പൊ ഞങ്ങൾ 5-6 പേര് വന്ന് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഉപയോഗപ്രദമല്ല, പിന്നെ പറഞ്ഞു പണി ഇങ്ങനെയല്ല. അപ്പൊ ആള് പറഞ്ഞു എന്നാലേ ഇത് മാറ്റിയിട്ട് ഈ ആഴ്ച തന്നെ വേറെ കൊണ്ടുവരുന്നു പറഞ്ഞു. പക്ഷെ പിന്നെ അത് അങ്ങനെ തന്നെ കിടന്നു. ഇവിടെ ചുറ്റുമതിലും ഇല്ല, ഒന്നുമില്ല. ഇത് ഈ പക്കമില്ലും ഈ ഇതൊക്കെ ഞങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നുണ്ടാ? അത് ആരൊക്കെ കൊണ്ടുപോകും രാത്രി ആയാലും. അങ്ങനെ അത് കളവ് പോയപ്പോഴും ഞങ്ങൾ പഞ്ചായത്തിൽ അറിയിച്ചു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഇനി അത് പോവാൻ സാധ്യതയുണ്ട്, ഞങ്ങളിത് എവിടെ കൊണ്ട് വെക്കുക? ഇവിടെ മോട്ടറുകളൊക്കെ പോയപ്പോ എല്ലാരും പറഞ്ഞത് ഞങ്ങളുടെ ആൾക്കാർ തന്നെ ഇത് എടുത്തോണ്ട് പോയിട്ടുണ്ടാവുന്ന പറഞ്ഞ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവരൊക്കെ ഈ പണിയെടുത്ത് ജീവിക്കുന്ന പിള്ളേരാണ്. ഒരിക്കലും ഞങ്ങളുടെ പിള്ളേര് ഈ മോട്ടർ കൊണ്ട് വിറ്റ് ഒന്നും ചെയ്യില്ല. ഇവിടെ അടുത്തൊക്കെ ഇങ്ങനെ കളവുകൾ പോയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ പിള്ളേരാണോ? എന്തോരം സ്ഥലത്താന്ന് ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ പരാതി കൊടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മുടെ മനക്കുളങ്ങര ഭാഗത്തൊക്കെ ഇതുപോലെ കിണറിലത്തെ മോട്ടറുകള് അത് ഇതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് നിങ്ങളുടെ ഇത് പോയത്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങളുടെ ആൾക്കാർ പോയി കട്ടോണ്ട് പോണുണ്ടാ.
ഇവിടെ ഒരിക്കലും ഞങ്ങളുടെ പിള്ളേർ ഇതിന്റെ ഉള്ളിൽ വന്ന് കളിക്കുക അല്ലെങ്കിൽ അവർ വൈകുന്നേരം വന്നിരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. അല്ലാണ്ട് മോട്ടർ കേട്ടോണ്ട് പോയി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് കമ്പനികളിൽ പോയി പണിയണ പിള്ളേരാണ് ഇവിടെ വൈകുന്നേരം വന്നിരിക്കുന്നത്. അവർക്കറിയാം ഒരു ചക്രത്തിന്റെ ആവശ്യകത എന്താണ്. അവരതിൽ കഞ്ഞി കുടിക്കുന്ന പിള്ളേര് അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കുമ്പോ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കുക, ഇതിൽ മെമ്പർമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കുക. ഞങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ ഇങ്ങനെ ഒരു മിഷനറി ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടോ ഒപ്പിട്ട് കൊടുത്തിട്ടോ ഇല്ല. ഇത് കൊണ്ട് ഇറക്കിയത് ഈ ഷെഡും മുന്നേ പറമ്പിലാണ് ഇത് കൊണ്ട് വെറുതെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഒരു അത്ര നല്ല 2-3 മഴ കൊണ്ടുവന്നുണ്ട് അല്ലേ? പിന്നെ അവര് മണ്ണെടുക്കാനുള്ള ഇതില്ല, അതുമില്ല. മണ്ണും കണ്ടില്ല, ചകിരി വിറക് ഇതൊക്കെ ഞങ്ങക്ക് ഇത് പണിയണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. ഇതുപോലെ തുരുമ്പെടുത്ത മെഷീനറികളുടെയും അടച്ചുറപ്പില്ലാത്ത കെട്ടിടങ്ങളുടെയും ഗുണഭോക്താക്കൾ ആരെന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതുപോലത്തെ പദ്ധതികൾ ഇനിയും കൊടകര ഇല്ലാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.